ഹലോ ഗൈസ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ ഇതിൻ്റെ ടൈറ്റിൽ കണ്ട പോലെ തന്നെ ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ബോച്ചെ അല്ലെങ്കിൽ നമ്മൾ ബോബി ചായ എന്നൊക്കെ നമ്മൾ സ്നേഹത്തോടെ വിളിക്കുന്നത് നമ്മുടെ സ്വന്തം ബോബി ചെമ്മണ്ണൂരിനെ പറ്റി, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ബ്ലണ്ടറുകൾ കേൾക്കാത്ത ഒരു മലയാളി പോലും ഉണ്ടാവില്ല. അദ്ദേഹം ഇങ്ങനെ പച്ച മലയാളത്തിൽ പറയുകയാണെങ്കിൽ അദ്ദേഹം ഇങ്ങനെ തള്ളി തള്ളി മറിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതൊന്നും കേൾക്കാത്ത അല്ലെങ്കിൽ അതിനെപ്പറ്റിയുള്ള ട്രോളുകളൊന്നും കാണാത്ത ഒരു മലയാളി പോലും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം അതിനെപ്പറ്റി എന്തിനു വേണ്ടിയാണ് നമ്മുടെ ഒരു സാധാരണ ഒരു മനുഷ്യൻ്റെ ഒരു നോർമൽ യുക്തി വെച്ച് ചിന്തിക്കുമ്പോൾ യുക്തിക്ക് ഒരിക്കലും നിരക്കാത്ത കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തിനു വേണ്ടിയാണ് ഇദ്ദേഹത്തെ പോലെ വലിയൊരു കോടീശ്വരനായ ഇത്രയും ഈ ഒരു പൊസിഷനിലുള്ള ഒരാൾ എന്തിനു വേണ്ടിയാണ് ഈ രീതിയിലുള്ള ബ്ലണ്ടറുകൾ അടിക്കുന്നതെന്നും തള്ളുകളൊക്കെ ഇറക്കി ഈ രീതിയിലുള്ള സ്റ്റേറ്റ്മെൻറ്റൊക്കെ ഇറക്കി എന്തിനാണ് എന്താണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നതെന്ന് അറിയാൻ പലർക്കും ക്യൂരിയോസിറ്റി ഉണ്ടാകും. അപ്പോൾ അതിനെപ്പറ്റിയാണ്, അതിൻ്റെ പിന്നിലുള്ള മാർക്കറ്റിംഗ് സ്ട്രാറ്റജികളെ പറ്റിയൊക്കെയാണ് നമ്മൾ ഇതിൽ കൂടെ ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ റീസെൻ്റായിട്ട് ഇറങ്ങിയ ഒന്ന് രണ്ട് തള്ളുകൾ ഇതൊക്കെയാണ്. അദ്ദേഹം 1-ാം വയസ്സിൽ തന്നെ മദ്യപാനം തുടങ്ങി എന്നുള്ള രീതിയിലുള്ള ഒരു തള്ള് ഈ അടുത്തായിട്ട് ഇറങ്ങിയിട്ടുണ്ടായി. ഒരുപാട് ട്രോളുകളൊക്കെ ഏറ്റുവാങ്ങിയ തള്ളാണത്. അതുപോലെ തന്നെ അതിൻ്റെ തൊട്ട് മുമ്പ് കുറച്ച് ഭീകരമായൊരു തള്ള്, അതായത് അദ്ദേഹത്തിൻ്റെ ബോംബെയിലുള്ള ഒരു അങ്കിള്, അദ്ദേഹം ഹാജി മസ്താൻ്റെ ഇടംകൈയാണെന്നൊക്കെയാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ കൂടെ ഇദ്ദേഹത്തിൻ്റെ അച്ഛൻ കൊണ്ടുവന്ന് ജസ്റ്റ് വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ കൊണ്ടാക്കി കഴിയുമ്പോൾ അദ്ദേഹം പെട്ടെന്ന് വാക്കുതർക്കം ഉണ്ടാവുകയും അങ്ങനെ രണ്ടുപേരെ ഒറ്റക്ക് ഇടിച്ച് ഇട്ടു. അപ്പോൾ അത് കണ്ട അവിടുത്തെ ലോക്കൽ ഗുണ്ട നേതാവ് അദ്ദേഹത്തിൻ്റെ ഗ്യാങ്ങിലേക്ക് ഇൻവൈറ്റ് ചെയ്യാമെന്നൊക്കെയാണ് പറയുന്നത്. അതിനകത്ത് അദ്ദേഹത്തിന് 1000 രൂപ പെർ ഡേ 1000 രൂപയും കൂടെ നടക്കാൻ 6 ഗുണ്ടകളെയും ഒരു തോക്കൊക്കെ ഓഫർ ചെയ്യുന്നൊക്കെയാണ് പറയുന്നത്, ആളുകളെ വെട്ടാനും കൊല്ലാനൊക്കെ നടക്കാനായിട്ട്. എന്താ പറയുക, ഈ ബ്ലണ്ടറൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് നോർമലായിട്ട് എല്ലാവരും വിചാരിക്കുക ഇദ്ദേഹം ഏതോ KGF ഫിലിം കണ്ടിട്ട് നേരെ ഇറങ്ങി വന്ന് നടത്തുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് പോലെയാണ് എല്ലാവർക്കും തോന്നുക. അതുപോലെ തന്നെ ഇദ്ദേഹത്തിന് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഫേമസ് ആയിട്ടുള്ള ഒരു തള്ളായിട്ട് വന്നത്, ഇദ്ദേഹം 6-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഇദ്ദേഹം മുമ്പ് വാഹനം അല്ലെങ്കിൽ കാറൊന്നും ഓടിച്ച് യാതൊരു പരിചയമില്ലാത്ത ഇദ്ദേഹത്തിന് പെട്ടെന്നൊരു ഉൾവിളി ഉണ്ടാവുകയാണ്. എനിക്ക് വണ്ടി ഓടിക്കാൻ അറിയാം, കാർ ഓടിക്കാൻ അറിയാം എന്നുള്ളൊരു ഉൾവിളി ഉണ്ടാവുന്ന പോലൊരു ഫീലിംഗ് വന്നിട്ട് അദ്ദേഹത്തിന് അച്ഛൻ ഉറങ്ങി കിടക്കുമ്പോൾ താക്കോലെടുത്ത് പോയി കാറെടുത്ത് റോഡിലേക്ക് ഇറങ്ങുന്നതാണ്. അതും പോക്കറ്റ് റോഡൊന്നുമല്ല, നാഷണൽ ഹൈവേയിലേക്ക് ഇറങ്ങുന്നത്. അതുപോലെ ആ ഒരു ഈ ബ്ലണ്ടറിന് ആളുകൾ നമ്മുടെ മഡോണ സെബാസ്റ്റ്യനായിട്ടൊക്കെയാണ്, എൻ്റെ തള്ളയ്ക്കാണ് നമ്മുടെ 1.5 വയസ്സിൽ നീന്താൻ പഠിച്ച മഡോണ സെബാസ്റ്റ്യൻ്റെ തള്ളൊക്കെ ആയിട്ടാണ് എല്ലാവരും കമ്പയർ ചെയ്യുന്നത്. അതുപോലെ പല പല തള്ളുകൾ ഒരുപാട് മലയാളികൾ ഈ അടുത്ത കാലത്തായിട്ട് കണ്ടു. അപ്പോൾ ഇതിൽ നിന്നൊക്കെ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇത് നോർമൽ യുക്തി വെച്ചിട്ട് നോക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും എന്തിനു വേണ്ടിയാണ് ഇദ്ദേഹം ഇങ്ങനെ പറയുന്നതെന്ന് വെച്ചാൽ, പക്ക മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എന്ന് തന്നെ പറയേണ്ടി വരും. ഇദ്ദേഹം ബോബി ചെമ്മണ്ണൂർ അല്ലെങ്കിൽ ബോബി ചായൻ അല്ലെങ്കിൽ ബോച്ചെ എന്നൊക്കെ ഉള്ളൊരു പേഴ്സണൽ ബ്രാൻഡ് അദ്ദേഹം ഉണ്ടാക്കിയെടുത്തേക്കാണ്. അദ്ദേഹം ഒരിക്കലും, നമ്മൾ വിചാരിക്കും ഇദ്ദേഹം എന്തിനാണ് സ്വയം ഒരു കോമാളി ആവുന്നത് എന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവും. പക്ഷേ അദ്ദേഹം ഒരിക്കലും ഒരു കോമാളിയല്ല. അദ്ദേഹം ഒരു ബുദ്ധിമാനായ ഒരു ബിസിനസ്സുകാരനാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇതിൽ വിജയിച്ചിരിക്കുന്നു തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടി വരും. അദ്ദേഹത്തിൻ്റെ അത്രയും ഒരു പേഴ്സണൽ ബ്രാൻഡിങ് ഉള്ള, ഇദ്ദേഹത്തെക്കാൾ വലിയ കോടീശ്വരന്മാർ ഒരുപാട് പേരുണ്ടല്ലോ കേരളത്തിൽ. നമ്മുടെ യൂസഫ് അലി, രവി പിള്ള തുടങ്ങിയവരൊക്കെ ഒരുപാട് പേരുണ്ട്. പലരും സിനിമയൊക്കെ എടുത്ത് വലിയ വലിയ സിനിമയൊക്കെ പ്രൊഡ്യൂസ് ചെയ്തൊക്കെ പല രീതിയിൽ ഫേമസ് ആവാൻ നോക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ അവരെക്കാളെല്ലാം അവരെത്രയോ കോടികളൊക്കെ മുടക്കി ഫേമസ് ആവുന്നെടുത്ത് 0 കോസ്റ്റിൽ ഈ ഒരു പൊസിഷനിലേക്ക് വലിയൊരു സെലിബ്രിറ്റി ആയിട്ടും ഓൾറെഡി മാറി കഴിഞ്ഞിരിക്കുകയാണ് നമ്മുടെ ബോബി ചെമ്മണ്ണൂർ. അദ്ദേഹത്തിൻ്റെ ഈ അടുത്ത ഒരു ഇൻ്റർവ്യൂവിൽ അദ്ദേഹം സ്വയം തന്നെ തുറന്ന് പറയുന്നുണ്ട്, കുറച്ചൊക്കെ തള്ളൊക്കെ തന്നെയാണെന്നുള്ള രീതിയിൽ. പിന്നെ ചിലതൊക്കെ അറിയാതെ ഇങ്ങനെ പെട്ടെന്നൊരു വികാരം കയറി പറയുമ്പോൾ ചെറിയൊരു അബദ്ധത്തിൽ എന്തെങ്കിലും പറഞ്ഞു പോകുന്നതും അതിൻ്റെ കൂട്ടത്തിലുണ്ട്. എങ്കിലും ഒരു പരിധി വരെയും പല കാര്യങ്ങളും അദ്ദേഹം മനഃപൂർവ്വം പറയുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ടി വരും. അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു ഇൻ്റർവ്യൂവിൽ അദ്ദേഹം അങ്ങനെ ആ ഒരു രീതിയിൽ സംസാരിക്കാനായിട്ട് നമുക്ക് കഴിഞ്ഞ ദിവസം കേൾക്കാൻ പറ്റി.
അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ഇതിൽ വലിയ രീതിയിൽ വിജയിച്ചിരിക്കുകയാണ്. ഇതിനു മുമ്പ് ഇതേപോലത്തെ ഒരു പേഴ്സണൽ ബ്രാൻഡ് ഉണ്ടാക്കാൻ നോക്കിയ ഒരു ബിസിനസ്സാണ് നമുക്കറിയാം, നമ്മുടെ അറ്റ്ലസ് രാമചന്ദ്രൻ. അദ്ദേഹം അതിൽ അത്യാവശ്യം നല്ല രീതിയിൽ വിജയിച്ച് ഇരുന്നതാണ് ഒരു കാലത്ത്, നമ്മുടെ ജനകോടികളുടെ വിശ്വസ്ത സ്ഥാപനം എന്നൊക്കെ പറഞ്ഞു വന്നിട്ട്. പക്ഷെ നിർഭാഗ്യവശാൽ ഇപ്പോൾ കുറച്ച് ഡൗൺ ആണ് അദ്ദേഹം. എങ്കിലും അതിൻ്റെയൊക്കെ ഒരു മാരക വർഷനായിട്ടാണ് നമ്മുടെ ബോബി ചായ വന്നിരിക്കുന്നത്. അദ്ദേഹം സീറോ കോസ്റ്റിൽ ഇദ്ദേഹത്തെ വെച്ച് ട്രോൾ ഉണ്ടാക്കി നമ്മുടെ ട്രോളന്മാരൊക്കെ ഫേമസ് ആയി. അതോടൊപ്പം തന്നെ ഇദ്ദേഹം ഫേമസ് ആവാണ്. ഇദ്ദേഹത്തിൻ്റെ ഒരു മാരകമായൊരു അപാരമായൊരു തൊലിക്കട്ടി അത് നമ്മൾ സമ്മതിച്ചു കൊടുക്കേണ്ട തന്നെ വരും. എന്തൊക്കെ പറഞ്ഞാൽ ഇതിലെ ഫൈനൽ വെർഡിക്റ്റ് എന്ന് പറയുന്നത് ഉറപ്പായിട്ടും ബോബി ചെമ്മണ്ണൂർ എന്നൊരു സെലിബ്രിറ്റി അതിൽ നിന്നുണ്ടായി വന്ന് എന്നുള്ളതാണ് സംഭവം. അദ്ദേഹത്തിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് നല്ലൊരു പല രീതിയിൽ നമുക്ക് നോക്കുമ്പോൾ നല്ലൊരു ആറ്റിറ്റ്യൂഡായിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ടി വരും. കാരണം എന്താ വെച്ചാൽ ഈ അടുത്തായിട്ട് ഒരു ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറയുകയാണ്, അദ്ദേഹത്തിൻ്റെ ഒരു കാര്യം അദ്ദേഹം വിവരിക്കുന്നത് എന്താ വെച്ചാൽ, ഇദ്ദേഹം എവിടെയോ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ പെട്ടെന്ന് അദ്ദേഹത്തിന് യൂറിൻ പാസ് ചെയ്യാനായിട്ട് തോന്നിയും അദ്ദേഹം ഒരു സൈഡിൽ ഒതുക്കി ആരും കാണാത്ത രീതിയിൽ യൂറിൻ പാസ് ചെയ്യാണ്. അപ്പോൾ എന്നിട്ട് അദ്ദേഹം തന്നെ പറയാണ്, ആരോ ഒരാൾ അതിൻ്റെ ഒരു ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിൽ ഇടുന്നു പറയാണ്. സ്വാഭാവികമായിട്ടും നമുക്ക് ആർക്കായാലും ദേഷ്യം തോന്നുന്നൊരു സംഭവമാണിത്. പക്ഷെ അദ്ദേഹം പറയുന്നത് എന്താ വെച്ചാൽ, 4 കോടി ജനങ്ങളുള്ള ഈ കേരളത്തിൽ 4 കോടിയോളം ജനങ്ങളുള്ള ഈ കേരളത്തിൽ ബാക്കി 3,99,000 പേരും ഇതുപോലെ റോഡ് സൈഡിൽ നിന്ന് യൂറിൻ പാസ് ചെയ്താലും ഒരാൾ പോലും മൈൻഡ് പോലും ചെയ്യില്ല. അതങ്ങനെ സ്വാഭാവികമായിട്ടുള്ള കാര്യം പോലെ നടക്കുകയുള്ളൂ, ആളുകൾ കാണുള്ളൂ. പക്ഷേ ബോബി ചായൻ യൂറിൻ പാസ് ചെയ്യുമ്പോൾ എന്താ പറയുക, ഞാൻ എവിടെയാണ് മൂത്രമൊഴിക്കുന്ന സ്ഥലം ഏതാണെന്ന് വരെയും അന്വേഷിച്ച് നടക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ അത്ര ഒരു ഇമ്പോർട്ടൻസ് ആ ഒരു കാര്യത്തിന് വരെയും അത്രയും വലിയൊരു ഇമ്പോർട്ടൻസ് കിട്ടുന്ന രീതിയിലേക്കുള്ള ഒരു ഉയർച്ച, അല്ലെങ്കിൽ അത്രയും വലിയൊരു സെലിബ്രിറ്റി ആയി മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ്. അത് അദ്ദേഹത്തിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡാണിത്, കിട്ടില്ല ആറ്റിറ്റ്യൂഡ്. എന്താ പറയുക, ഈ ഒരു ആറ്റിറ്റ്യൂഡ് കൊണ്ട് തന്നെയാണ് അദ്ദേഹം ഈ ഒരു ലെവലിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. പിന്നെ അദ്ദേഹം മാത്രം കേരളത്തിൽ സംഭാവന ചെയ്ത വേറെ 1-2 കാര്യങ്ങൾ എന്താ വെച്ചാൽ, നമ്മുടെ എല്ലാവരും പ്രിയങ്കരനായ നമ്മുടെ ഡീഗോ മറഡോണ, ഈ അടുത്ത് നമ്മളെ വിട്ടുപിരിഞ്ഞ മറഡോണയെ കേരളത്തിൽ എത്തിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. അദ്ദേഹത്തെക്കാൾ ഒരുപാട് കാശ് കൊണ്ട് കോടീശ്വരനായിട്ടുള്ള പലരും ഒക്കെ ഇവിടെ ഉണ്ട്. പക്ഷെ അദ്ദേഹത്തെ കൊണ്ട് മാത്രം, പക്ഷെ കാശ് മാത്രം ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ, അദ്ദേഹമായിട്ടുള്ള ഒരു പേഴ്സണലായിട്ടുള്ളൊരു ബന്ധം ഒക്കെ മറ്റ് പല കാര്യങ്ങളുണ്ടെങ്കിലാണല്ലോ മറഡോണയെ പോലെ ഒരാൾ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ എത്തിക്കാൻ സാധിക്കുകയുള്ളൂ. അത് ഉറപ്പായിട്ട് അദ്ദേഹത്തിന് മാത്രം കഴിവാണ്. അദ്ദേഹത്തിന് ആ കാര്യത്തിൽ വലിയൊരു സല്യൂട്ട്. ഇപ്പോൾ നമ്മൾ മറഡോണ എന്ന് കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ അദ്ദേഹം ഈ അടുത്ത് മരണപ്പെട്ടപ്പോഴായാലും മറഡോണയുടെ കാര്യം പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഏതൊരു മലയാളിയുടെയും മനസ്സിലേക്ക് ആദ്യം വരുന്ന മറ്റൊരു പേര് ബോബി ചെമ്മണ്ണൂർ തന്നെയാണ് ഉറപ്പായിട്ടും. അദ്ദേഹത്തിൻ്റെ ജ്വല്ലറിയുടെ പരസ്യത്തിനായിട്ടാണ് കുന്നെങ്കിൽ പോലും അദ്ദേഹം ആ ഒരു കേരളത്തിന് സമ്മാനിച്ചു. ഇനിയിപ്പോൾ മറഡോണ മരിച്ചു പോയി, ഇനിയിപ്പോൾ എന്തായാലും കേരളത്തിൽ വരാനായിട്ട് യാതൊരു ചാൻസില്ല. ഒരു പ്രാവശ്യം കേരള മണ്ണിൽ കാലുകുത്തി എന്നുള്ളൊരു അഭിമാനം നമ്മൾ മലയാളികൾക്കുണ്ട്. അതുപോലെ തന്നെ 7-8 ലക്ഷം രൂപ പെർ ഡേ റെൻറ്റ് കൊടുക്കേണ്ട നമ്മുടെ റോയ്സ് വണ്ടിയുടെ ഏറ്റവും ഹൈ എൻഡ് വേരിയൻ്റ് കേരളത്തിൽ വെറും 25,000 രൂപക്കൊക്കെ എന്താ പറയുക റെൻറ്റിന് കൊടുക്കുന്ന രീതിയിലുള്ള, അതായത് സാധാരണക്കാരന് വരെയും റോയ്സിൽ കയറാൻ പാകത്തിന് അദ്ദേഹം ചെയ്യുകയാണ്. അത് വേറെ ആരെക്കൊണ്ട് ഇതുവരെയും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ അതുപോലെ തന്നെ ഹെലികോപ്റ്റർ റൈഡൊക്കെ ഓഫർ ചെയ്യാണ് അദ്ദേഹം ചെറിയ ചീപ്പായിട്ടുള്ള റേറ്റിൽ, ഏതൊരു സാധാരണക്കാരനും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ. ഇതൊന്നും വേറെ ഒരു കോടീശ്വരനെ കൊണ്ട് വേറെ ആരെയും കൊണ്ടും നടക്കാത്ത കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഇപ്പോൾ വലിയൊരു എന്താ പറയുക, അദ്ദേഹത്തിന് വലിയൊരു ഫാൻ ബേസ് വരെയും ഉണ്ടായിരിക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ. അങ്ങനെ ഒരു വിഭാഗം തന്നെ ഇപ്പോൾ ഉണ്ട്, ബോബി ചായൻ ഫാൻസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൽ അദ്ദേഹം പൂർണ്ണമായിട്ടും വിജയിച്ചെന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇതിനകത്ത് ഫൈനൽ വിജയി ഉറപ്പായിട്ടും ബോബി ചെമ്മണ്ണൂർ തന്നെയാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടി വരും. അദ്ദേഹത്തിൻ്റെ മാരകമായൊരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി അത് വിജയിച്ചു എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും എങ്ങനെയാണ് അദ്ദേഹം ഒരു പേഴ്സണൽ ബ്രാൻഡിങ് അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് പബ്ലിസിറ്റി ഉപയോഗിച്ച് അദ്ദേഹം എങ്ങനെയാണ് ഇത്ര വലിയൊരു പേഴ്സണൽ ബ്രാൻഡിങ് ഉണ്ടാക്കിയെടുത്തതെന്ന് ആണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഈ ഒരു കാര്യത്തെ പറ്റി ഈ വീഡിയോ കാണുന്ന നിങ്ങളിൽ പലർക്കും കൂടുതൽ പല അഭിപ്രായങ്ങളും ഉണ്ടാവും. അതൊക്കെ അല്ലെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ അറിയാവുന്ന പലരും ഉണ്ടാവും. അവരൊക്കെ നിങ്ങൾ വീഡിയോയുടെ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഡ്രോപ്പ് ചെയ്യാൻ അഭ്യർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ
ബോബി ചായൻ്റെ ഒരുപാട് മലയാളികളെ ഒരുപാട് എൻജോയ് ചെയ്ത പല തള്ളുകളുണ്ട്. അതിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട തള്ള്, നിങ്ങൾ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത തള്ള്, ഏറ്റവും കൂടുതൽ ട്രോൾ ചെയ്യപ്പെട്ട തള്ള് ഏതാണെന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യാം. ഓക്കെ, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. ഉറപ്പായിട്ടും ഈ വീഡിയോ പലരിലേക്കും ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കുക, ലൈക്ക് ചെയ്യുക. പിന്നെ ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.